SSLC എക്സാം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി വിഷയമാണ്. ഈ വിഷയത്തിൽ 7 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായങ്ങളും വളരെയേറെ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കണം. നമുക്കോരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ അധ്യായം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം, അതുപോലെ തന്നെ കോപ്പർ, ക്രോമിയം ഇവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ഈ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ അടിസ്ഥാനമാക്കി മൂലകങ്ങളുടെ ഗ്രൂപ്പ്, പീരിയഡ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്നത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കണ്ടെത്തേണ്ടത് ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം, അതുപോലെ തന്നെ ഓക്സീകരണാവസ്ഥ, സംയോജകത എന്നിവ. ഈ സംയോജകത അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ ഇവയെ അടിസ്ഥാനമാക്കി സംയുക്തങ്ങളുടെ രാസസൂത്രം എഴുതാനുള്ളതും ഈ ഭാഗത്ത് വരാറുണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് നമുക്ക് ആ അധ്യായത്തിൽ വരുന്നത് 4 ബ്ലോക്കുകളാണ്. എസ്, പി, ഡി ആൻഡ് എഫ്. ഓരോ ബ്ലോക്കുകളും വളരെ പ്രാധാന്യം തന്നെ ഉള്ളതാണ്. ഓരോ ബ്ലോക്കിൻ്റെയും സവിശേഷതയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇതിൽ തന്നെ ഡി ബ്ലോക്കിൻ്റെ സവിശേഷത, അതായത് ഡി ബ്ലോക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അപ്പം അതിനുള്ള കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. തുടർന്ന് ഈ അധ്യായത്തിൽ വരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അയോണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ വന്നിട്ടുള്ളത് FeCl2, FeCl3 ഇവയിലുള്ള അയേണിൻ്റെ അയോൺ, അതായത് Fe2+, Fe3+ എന്നീ അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ പിന്നീട് വരുന്നത് മാംഗനീസിൻ്റെ അയോണുകളാണ്. MnO2, Mn2O3, അതുപോലെ Mn2O7 എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോവാം. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതകങ്ങളുടെ സവിശേഷതകളാണ് ഇതിൻ്റെ തുടക്കത്തിൽ വരുന്നത്. സവിശേഷതകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ 3 വാതക നിയമങ്ങൾ: ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ഇതിൻ്റെ നിർവചനങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയുടെ ബന്ധം, ഓരോന്നിലെയും ബന്ധം എങ്ങനെയെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പട്ടിക പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനത്തോടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് നമുക്ക് അധ്യായത്തിൽ വരുന്നത് GAM, GMM ഗ്രാം അറ്റോമിക് മാസ്, GMM ഗ്രാം മോളിക്കുലർ മാസ്. ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കണക്കുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം വരാം. പിന്നീട് ആ ഭാഗത്ത് നിന്ന് മോളുകളുടെ എണ്ണം, അങ്ങനെയുള്ള ചോദ്യങ്ങളും ആ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ STPയിലെ വ്യാപ്തം, പ്രധാനപ്പെട്ട മറ്റൊന്നാണ് STPയിലെ വ്യാപ്തം. അപ്പോൾ STPയിലെ വ്യാപ്തത്തിൽ നിന്ന് മാസിലേക്കും തിരിച്ച് മാസിൽ നിന്ന് വ്യാപ്തത്തിലേക്കും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം പദസൂര്യനെ പൂരിപ്പിക്കാൻ, അങ്ങനെയുള്ള ചോദ്യവും ആ ഭാഗത്ത് വരാം. പദസൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ നൈട്രജനെ വെച്ച് പദസൂര്യൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഭാഗത്തുനിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പോവാം. മൂന്നാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസാന്തരവും. തുടക്കത്തിൽ തന്നെ ലോഹങ്ങൾക്ക് ജലം, വായു,
അതുപോലെ തന്നെ ആസിഡ് ഇവയുമായിട്ടുള്ള പ്രവർത്തനമാണ് വരുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഏത് ലോഹങ്ങളാണ് തണുത്ത ജലവുമായി നന്നായി പ്രവർത്തിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ എപ്പോഴും വന്നു കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോഹങ്ങളിൽ ക്രിയാശീലം അനുസരിച്ച് ഏതാണ് ആസിഡുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നത്, ഏതാണ് ആസിഡുമായിട്ട് പ്രവർത്തിക്കാത്തത്, ഇത്തരം ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. ഇനി തുടർന്ന് വരുന്നതാണ് ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണിയിലെ ലോഹങ്ങൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയേണ്, നിക്കല്, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ ലോഹങ്ങളെമായി ബന്ധിപ്പിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതായത് അവിടെ വരുന്ന കാര്യം ഒന്ന് ആദേശരാസപ്രവർത്തനം. ആദേശരാസപ്രവർത്തനത്തോടൊപ്പം തന്നെ അതിലെ ഓക്സീകരണം, നിരോക്സീകരണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ സമവാക്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് റിഡോക്സ് പ്രവർത്തനം ആണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്കവിടെ തുടർന്ന് വരുന്നത് ഗാൽവനിക് സെല്ല്, വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്നിവയാണ്. ഈ രണ്ട് തരം സെല്ലിലെയും ഊർജ്ജമാറ്റങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഊർജ്ജമാറ്റം എന്ന് പറയുമ്പോൾ ഗാൽവനിക് സെല്ലിലെ ഊർജ്ജമാറ്റം ചോദിക്കാം. അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ഊർജ്ജമാറ്റവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രീകരണം തന്നിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ആനോഡ്, കാഥോഡ് ഇത് കണ്ടെത്താൻ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സമവാക്യങ്ങൾ അത് എഴുതാൻ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റൊന്നുള്ളത് ചിത്രീകരണം തന്നിട്ട് അതിന്ന് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കി വരയ്ക്കാൻ, അതായത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തരാതെയായിരിക്കും, അത് കംപ്ലീറ്റ് ആക്കി വരയ്ക്കുക എന്നുള്ള കാര്യം അവിടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നീട് കുറേ വസ്തുക്കൾ, ഇത് ഒരു സെല്ല് നിർമ്മിക്കാൻ വേണ്ട വസ്തുക്കൾ തരുന്നു. ഈ തന്ന വസ്തുക്കളെ ഉപയോഗിച്ച് സെല്ല് വരയ്ക്കുക എന്നുള്ള കാര്യവും അവിടെ വരാറുണ്ട്. പിന്നീട് വരുന്നത് വൈദ്യുത വിശ്ലേഷണ സെല്ല്. അതിലും ഇതുപോലെ തന്നെ ആനോഡ്, അതുപോലെ കാഥോഡ്, അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സമവാക്യം, ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് ആ ഭാഗത്ത് വരുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉണ്ട്. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഉരുകിയത്, സോഡിയം ക്ലോറൈഡ് ലായനി എന്നിവയുടെ വൈദ്യുത വിശ്ലേഷണം ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചിത്രീകരണം തന്ന ചോദ്യങ്ങളുണ്ടാവാം. ഇലക്ട്രോ പ്ലേറ്റിംഗ് അതിനുപയോഗിക്കുന്ന ലായനികളുടെ ചോദ്യം അതെല്ലാം അവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ ചിത്രീകരണം ചോദിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തേർഡ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ലോഹനിർമ്മാണം. ലോഹനിർമ്മാണത്തിൽ ധാതുക്കൾ എന്തൊക്കെയെന്നുള്ളത്, അയിരിൻ്റെ സവിശേഷതകൾ നോക്കുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്ത ലോഹങ്ങൾ, അവയുടെ അയിരുകൾ ഏതൊക്കെ, അതിൻ്റെ രാസസൂത്രം, ഇത്തരം കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് വരുന്നത്. ഇതൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. പിന്നീട് വരുന്നത് ലോഹനിർമ്മാണം. ലോഹനിർമ്മാണം എന്ന് പറയുമ്പോൾ ലോഹനിഷ്കർഷണം, അതിലെ 3 ഘട്ടങ്ങൾ: അയിരിൻ്റെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, പിന്നീട് ലോഹശുദ്ധീകരണം. ഈ 3 ഘട്ടങ്ങളിൽ തന്നെ വിവിധ രീതികളുണ്ട്. ആ രീതികളിൽ ഏതൊക്കെ ലോഹങ്ങൾ വേർതിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് ആ ഭാഗത്ത് വരുന്നത്, ആ ചാപ്റ്ററിൽ വരുന്നത് ഇരുമ്പിൻ്റെ നിർമ്മാണം. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചൂളയാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന വസ്തുക്കളെ ചോദിക്കാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യങ്ങൾ, ഈ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഗാങ്ങേത്, ഫ്ലക്സേത്, സ്ലാഗേത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് വിവിധ തരം സ്റ്റീലുകളുടെ ഒരു പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഈ പട്ടികയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കോളം മാച്ച് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങളാണ് അവിടെ കാണാറുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്.
തുടർന്ന് നമുക്ക് വരുന്നത് അലുമിനിയത്തിൻ്റെ നിർമ്മാണം, സവിശേഷതകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം. ഇവിടെ അലുമിനിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫ്ലോ ചാർട്ട് വരുന്നുണ്ട്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ വൈദ്യുത വിശ്ലേഷണം, അലുമിനിയത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ, അതിൻ്റെ ചിത്രീകരണമുണ്ട്. തുടർന്ന് അവസാന ഭാഗത്ത് അതിൻ്റെ സമവാക്യമുണ്ട്. ആ സമവാക്യം വരാറുണ്ട്. അതിനടിസ്ഥാനമാക്കി ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് 4-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. 5-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അലോഹ സംയുക്തങ്ങൾ. അലോഹ സംയുക്തത്തിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് അമോണിയയുടെ നിർമ്മാണം. അമോണിയയുടെ നിർമ്മാണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അമോണിയയുടെ ചിത്രീകരണം വരുന്നുണ്ട്. ഈ ചിത്രീകരണത്തെ അടിസ്ഥാനമാക്കി ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തുടർന്ന് അവിടെ തന്നെ ജലധാര പരീക്ഷണം വരുന്നുണ്ട്. അമോണിയയുടെ സവിശേഷതകൾ വരുന്നുണ്ട്. ലിക്വർ അമോണിയ, ലിക്വിഡ് അമോണിയ എന്നിവയൊക്കെ ചോദിക്കാറുള്ളതാണ്. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് വരുന്നത് അമോണിയം ക്ലോറൈഡ് ചൂടാക്കുന്നത്. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ 2 വാതകങ്ങളാണ് പുറത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഏതാണ് ആദ്യം പുറത്തു വരുന്നത്, ഏതാണ് രണ്ടാമത് പുറത്തു വരുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ അവിടെ ചോദിക്കാറുണ്ട്. പിന്നീട് വരുന്നത് നമുക്ക് ഉഭയദിശാ പ്രവർത്തനങ്ങൾ, ഏകദിശാ പ്രവർത്തനങ്ങൾ. അതിൻ്റെ നിർവചനം ചോദിക്കാം. അതുപോലെ തന്നെ പൂരിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണങ്ങളും ചോദിക്കാറുണ്ട്. ശേഷം വരുന്നത് രാസസന്തുലനം, അതിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തുടർന്ന് രാസസന്തുലനത്തിൻ്റെ സവിശേഷതകൾ, ലേശാല്യർ തത്വം എന്നിവയും അവിടെ വരുന്നവയാണ്. ലേശാല്യർ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നീട് വരുന്നതാണ് ഒരു ഉഭയദിശാ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നീട് ഉൽപ്രേരകം ഉഭയദിശാ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ, ഇത്തരം ചോദ്യങ്ങളും അവിടെ പ്രതിപാദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വരുന്നതാണ്. അപ്പോൾ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വരുന്നത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം, അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാസസമവാക്യങ്ങൾ, ഫ്ലോ ചാർട്ട്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ടുള്ള പദസൂര്യൻ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നീട് രാസഗുണങ്ങൾ, നിർജ്ജലീകരണ ഗുണം, ശോഷകാരക ഗുണം, ഓക്സീകരണ ഗുണം, ഇതെല്ലാം സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നവയാണ്. അവസാന ഭാഗത്ത് സൾഫേറ്റുകളെ തിരിച്ചറിയുന്നത്. സൾഫേറ്റുകളെ എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള പരീക്ഷണം. ഇതാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട് അവസാന ഭാഗത്ത് ആ അധ്യായത്തിൽ വരുന്നത്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി 6-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് വരുന്നത് ഹോമോലോഗസ് സീരീസ്, അതിൻ്റെ സവിശേഷതകൾ, ഹൈഡ്രോകാർബണുകളായിട്ടുള്ള ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കിനി വരുന്നത് ഈ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇവയുടെ IUPAC നാമം. ഇതിൽ ശാഖകളുള്ള ഹൈഡ്രോകാർബണുകളുണ്ട്, ഒന്നിൽ കൂടുതൽ ശാഖകൾ വരുന്നവ, അതുപോലെ തന്നെ അതിലുള്ള കാർബണിൻ്റെ അഥവാ ശാഖയുടെ സ്ഥാനം, കാർബണിൻ്റെ എണ്ണം, ഇത്തരം ചോദ്യങ്ങൾ എല്ലാം അവിടെ എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് ആ അധ്യായത്തിൽ വരുന്നത് വലയ സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ 2 വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. സൈക്ലിക് സംയുക്തങ്ങളും ആരോമാറ്റിക് സംയുക്തങ്ങളും. അവയുടെ ഘടന പലപ്പോഴും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ആരോമാറ്റിക് സംയുക്തമാണെങ്കിൽ അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് നമ്മുടെ ബെൻസീനാണ്. അപ്പോൾ ബെൻസീൻ്റെ ഘടന വരയ്ക്കാൻ ചോദിക്കാം, തന്മാത്രാ സൂത്രം ചോദിക്കാം. അതെല്ലാം അവിടെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. തുടർന്ന് നമുക്ക് വരുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആൽക്കഹോളുണ്ട്, ആസിഡ്, ഹാലജനുകളുണ്ട്, ഈഥറുകളുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അവയുടെ രാസസൂത്രം, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നു.
അതോടൊപ്പം തന്നെ തുടർന്ന് ആ അധ്യായത്തിൽ വരുന്നത് ഐസോമറിസം എന്നുള്ളതാണ്. ഐസോമറിസം എന്ന് പറയുമ്പോൾ 3 ഐസോമറിസാണ് അവിടെ പറയുന്നത്. ചെയിൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം. ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ വരുന്നത് 3 ഐസോമറുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംയുക്തങ്ങൾ തരുന്നു. ഈ സംയുക്തങ്ങളിൽ നിന്നും ഐസോമർ ജോഡികളെ കണ്ടെത്താനുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഐസോമർ ജോഡികളെ എഴുതിയതിന് ശേഷം അത് ഏത് ഐസോമർ എന്ന് പ്രത്യേകം അവിടെ എഴുതി വെക്കുകയും വേണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ശരിയായ ആൻസർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് 6-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നാണ് 7-ാമത്തെ അധ്യായം. ഇതിൽ തുടക്കത്തിൽ തന്നെ 5 രാസപ്രവർത്തനങ്ങളാണ്. ഈ 5 രാസപ്രവർത്തനങ്ങളും വളരെയേറെ ശ്രദ്ധിക്കുക. ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, ജ്വലനം, താപീയ വിഘടനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളമേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ തന്ന് പൂരിപ്പിക്കാൻ എ കണ്ടെത്തുക, അത് എ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് ബി കണ്ടെത്തുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് നമുക്ക് ആ അധ്യായത്തിൽ വരുന്നത് ആൽക്കഹോളുകൾ 2 അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. മെഥനോള്, എഥനോള്, അവയുടെ നിർമ്മാണം. അവയിൽ മെഥനോളിൻ്റെ പേര്, എഥനോളിൻ്റെ പേര് അത് ശ്രദ്ധിക്കുക. അതുപോലെ എഥനോളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദസൂര്യനുണ്ട്. പിന്നീട് എഥനോളിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദസൂര്യൻ വരുന്നു. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എഥനോളിൻ്റെ നിർമ്മാണം. ഈ നിർമ്മാണത്തിൽ മറ്റ് ഒരുപാട് ആൽക്കഹോളുകൾ പറയുന്നുണ്ട് അവിടെ. അതെല്ലാം പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പൂരിപ്പിക്കാനുള്ളതാവാം, അതല്ലെങ്കിൽ തന്നെ നേരിട്ട് എഴുതാനുള്ളവയും ചോദിക്കാറുണ്ട്. തുടർന്ന് നമുക്ക് അവിടെ വരുന്നത് കാർബോക്സിലിക് ആസിഡുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആസിഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫാറ്റി ആസിഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ അസറ്റിക് ആസിഡ്, ഈ അസറ്റിക് ആസിഡിനെ ചോദിക്കാറുണ്ട്. അസറ്റിക് ആസിഡിൻ്റെ നിർമ്മാണം വരുന്നുണ്ട്, ഉപയോഗങ്ങളും വരുന്നുണ്ട്. തുടർന്ന് നമുക്ക് വരുന്നതാണ് എസ്റ്റർ. അപ്പോൾ എസ്റ്ററിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാസപ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എസ്റ്ററിൻ്റെ നിർമ്മാണം എന്നുള്ളത് കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പും അവിടെ വരുന്നുണ്ട്. COO എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് ആ അധ്യായത്തിൽ വരുന്നത് സോപ്പും ഡിറ്റർജൻറ്റുമാണ്. സോപ്പിൻ്റെ ആൽക്കലികൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ സോപ്പ് അഴുക്ക് കളയാൻ സഹായിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നീട് നമുക്ക് വരുന്നതാണ് ഡിറ്റർജൻറ്റ്. അപ്പോൾ ഡിറ്റർജൻറ്റിൻ്റെ ലവണം ഏതൊക്കെ, പിന്നെ സോപ്പ്, ഡിറ്റർജൻറ്റ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇവ പരിസ്ഥിതിക്ക് ദോഷകരമാണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങൾ സ്വന്തം വാക്യത്തിലൊക്കെ എഴുതാനുള്ളതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ 7 അധ്യായങ്ങളിൽ പറയാനുള്ളത്. ഏകദേശം കാര്യങ്ങളെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കും നന്നായി വായിക്കുക, നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.